ബ്രിണ്ണൽ ഹാർഡ്നെസ് ടെസ്റ്റ്. ഈ ടെസ്റ്റിൻ്റെ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഹാർഡ്നെസ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ എന്താണ് ഹാർഡ്നെസ് എന്നുള്ളത് നോക്കാം. ഹാർഡ്നെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ് ഹാർഡ്നെസ്. നമ്മൾ സാധാരണ ഒരു വ്യക്തിയുടെ പ്രോപ്പർട്ടീസ് ആയിട്ട് പറയാറുണ്ട്. അദ്ദേഹം എത്ര വെയിറ്റ് ഉണ്ട്, എത്ര ഹൈറ്റ് ഉണ്ട് എന്നൊക്കെ. അതുപോലെ തന്നെ എൻജിനീയറിംഗ് മെറ്റീരിയൽസിനെ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസായിട്ടും മെക്കാനിക്കൽ പ്രോപ്പർട്ടി ആയിട്ടും ഡിഫൈൻ ചെയ്യും. ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ വരുന്നതാണ് അതിൻ്റെ ഡെൻസിറ്റി. ഒരു മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റി ഇത്രയാണ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. അതുപോലെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. കെമിക്കൽ റെസിസ്റ്റൻസ്, ഫ്രോസ്റ്റ് റെസിസ്റ്റൻസ്, പോറോസിറ്റി, റിഫ്രാക്ടറിനെസ്, അങ്ങനെ കുറേ ഉണ്ട്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്നതാണ് സ്ട്രെങ്ത്ത്, സ്റ്റിഫ്നെസ്, ടഫ്നെസ്, ഇമ്പാക്റ്റ് സ്ട്രെങ്ത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സ്ട്രെങ്ത്ത് നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ടാവും. UTM അഥവാ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിൽ ടെൻസൈൽ സ്ട്രെങ്ത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ടെൻസൈൽ സ്ട്രെങ്ത്ത്, കംപ്രസീവ് സ്ട്രെങ്ത്ത് കാര്യങ്ങളൊക്കെ നിങ്ങളതിൽ ചെയ്തിട്ടുണ്ടാവും. ഹാർഡ്നെസ്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു വിത്ത്സ്റ്റാൻഡ് സ്ക്രാച്ചസ്, അബറേഷൻ, ഇൻഡൻറ്റേഷൻ. ഒരു മെറ്റീരിയലിന് അതിൻ്റെ സർഫസിൽ സ്ക്രാച്ചസ്, അബറേഷൻ, ഇൻഡൻറ്റേഷൻ ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിയെയാണ് ഹാർഡ്നെസ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദ മെറ്റീരിയൽ വിത്ത് മോർ ഹാർഡ്നെസ് ഈസ് യൂസ്ഡ് ആസ് എ ടൂൾ ഫോർ കട്ടിംഗ് മെറ്റീരിയൽ വിത്ത് ലെസ് ഹാർഡ്നെസ്. ഹാർഡ്നെസ് കൂടിയ മെറ്റീരിയലാണ് നമ്മൾ ഹാർഡ്നെസ് കുറഞ്ഞ മെറ്റീരിയലിനെ കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പേപ്പർ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കത്രിക ഉപയോഗിക്കും. അപ്പോൾ ഈ കത്രിക എന്ന് പറയുന്നത് ഹാർഡ്നെസ് കൂടിയൊരു മെറ്റീരിയലാണ്. പേപ്പർ എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അതുകൊണ്ടാണ് ഹാർഡ്നെസ് കൂടിയ മെറ്റീരിയൽ കുറഞ്ഞ മെറ്റീരിയലിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. മെയിനായിട്ട് ഹാർഡ്നെസ് ടെസ്റ്റ് ചെയ്യുന്ന 3 മെത്തേഡുകളാണ് ബ്രിണ്ണൽ ഹാർഡ്നെസ് ടെസ്റ്റ്, റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റ്, വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റ്. ഇതല്ലാതെയും വേറെയും കുറേ ടെസ്റ്റുകളുണ്ട്. നമ്മളിവിടെ ചെയ്യുന്നത് ബ്രിണ്ണൽ ഹാർഡ്നെസ് ടെസ്റ്റും റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റുമാണ്. അപ്പം ബ്രിണ്ണൽ ഹാർഡ്നെസ് ടെസ്റ്റ് എന്താണുള്ളത് നോക്കാം. ഈ കാണുന്നതാണ് ബ്രിണ്ണൽ ഹാർഡ്നെസ് ടെസ്റ്റിംഗ് മെഷീൻ. ഈ മെഷീനിൽ ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു സർഫസിലാണ് നമ്മൾ മെറ്റീരിയൽ വെക്കുക. ഏത് മെറ്റീരിയലിൻ്റെ ഹാർഡ്നെസ്സാണോ നമുക്ക് കാണേണ്ടത് ആ മെറ്റീരിയൽ പ്ലേസ് ചെയ്യുന്നത് ഇവിടെയാണ്. ഈ കാണുന്നത് 2 സ്പെസിമെൻസ് ആണ്. മുകളിലുള്ളത് ഹാർഡ് സ്റ്റീലും താഴെയുള്ളത് അലുമിനിയമാണ്. നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുന്നത് ഹാർഡ് സ്റ്റീലിൻ്റെ ഹാർഡ്നെസ്സാണ്. അപ്പം ഈ ഹാർഡ് സ്റ്റീലിൻ്റെ സർഫസ് നോക്കിയാൽ മനസ്സിലാവും അവിടെ കുറേ കുഴികൾ കാണാൻ പറ്റില്ലേ. ഇത് മുന്നേ ചെയ്തു വെച്ചിട്ടുള്ള എക്സ്പെരിമെൻറ്റിൻ്റെ ഇൻഡൻറ്റേഷനാണ്. അപ്പോൾ നമ്മൾ മുകളിലൊരു ഇൻഡൻറ്റർ വെച്ചിട്ട് അതിനെ ഈ മെറ്റീരിയലിൻ്റെ മുകളിൽ പ്രസ് ചെയ്യുക. അപ്പോൾ എത്രമാത്രം ഇൻഡൻറ്റേഷൻ ഉണ്ടായിട്ടുണ്ട് ആ ഇൻഡൻറ്റേഷൻ്റെ ഡയമീറ്ററിനനുസരിച്ചാണ് അതിൻ്റെ ഹാർഡ്നെസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുക. ഈ കാണുന്നതാണ് ബോൾ ഇൻഡൻറ്റർ. ഈ ഇൻഡൻറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഏത് സ്പെസിമെനാണോ ആ സ്പെസിമെൻ്റെ മുകളിൽ നമ്മൾ ലോഡ് കൊടുക്കുക. അപ്പോൾ ലോഡ് കൊടുക്കുന്ന സമയത്ത് ഈ ഇൻഡൻറ്റർ വന്നിട്ട് ആ ഒരു മെറ്റീരിയലിന് പ്രസ് ആകുമ്പോഴാണ് നേരത്തെ കണ്ട പോലെ അവിടെ ഒരു ഇൻഡൻറ്റേഷൻ ഫോം ചെയ്യുന്നത്. ഈ ബോളിൻ്റെ ഡയമീറ്റർ 10 mm ആണ്. ബോൾ ഇൻഡൻറ്റർ ഇതിലായിരിക്കും വെക്കുന്നുണ്ടാവുക. അപ്പം ബോൾ ഇൻഡൻറ്റർ അതിലേക്ക് വെച്ചതിന് ശേഷം ഒരു ക്യാപ്പ് ഉണ്ട്. ഈ ക്യാപ്പ് അതിൻ്റെ മുകളിൽ വെക്കുക. ക്യാപ്പ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ സ്ഫെറിക്കലായിട്ടുള്ള ഷേപ്പ് താഴേക്ക് വരുന്ന രീതിയിൽ വെക്കുക. ഇൻഡൻറ്ററിൻ്റെ ഭാഗത്തേക്ക് ആ ഒരു സ്ഫെറിക്കൽ ഷേപ്പ് വരുന്ന രീതിയിൽ വെക്കുക. അതിനുശേഷം ഇൻഡൻറ്റർ ഫിക്സ് ചെയ്യുന്ന ഭാഗമാണിത്. അവിടെ വെച്ചിട്ട് ഫിക്സ് ചെയ്യാം. ത്രെഡ് ഉണ്ടാവും, ആ ത്രെഡിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം സ്പെസിമെൻ വെക്കുന്ന ഭാഗത്ത് ഹാർഡ് സ്റ്റീൽ എടുത്തിട്ട് വെക്കുക. ഹാർഡ് സ്റ്റീൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുൻപ് ചെയ്തിട്ടുള്ള കുറേ ഇൻഡൻറ്റേഷൻ ഉണ്ടാവും സ്പെസിമെൻ്റെ മുകളിൽ. അപ്പം ആ സ്പെസിമെൻ്റെ മുകളിലുള്ള ഇൻഡൻറ്റേഷന് നേരെ ഇൻഡൻറ്റർ വരാതെ നോക്കണം. എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുക. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുമ്പം സ്പെസിമെന് മുകളിലോട്ട് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. സ്പെസിമെന് ഇൻഡൻറ്ററുമായിട്ട് ജസ്റ്റ് ടച്ച് ചെയ്യുന്നത് വരെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുക. ജസ്റ്റ് ടച്ച് ചെയ്തതിന് ശേഷം ലോഡ് കൊടുക്കുക ചെയ്യേണ്ടത്. ലോഡ് കൊടുക്കാനുള്ളതാണ് ഈ സൈഡിലായിട്ട് കാണുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ലിവറൊക്കെ കാണാൻ പറ്റും. ഈ ഹാങ് ചെയ്തിരിക്കുന്ന ഈ ഒരു റോഡിലാണ് നമ്മൾ വെയിറ്റ് കൊടുക്കുക. ഇതിൻ്റെ സെൽഫ് വെയിറ്റ് എന്ന് പറയുന്നത്
500 കിലോഗ്രാം ഫോഴ്സാണ്. അപ്പം എക്സ്ട്രാ വെയിറ്റ് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ബ്ലോക്കുകൾ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ കാണുന്ന ഓരോ വലിയ ബ്ലോക്സും 500 കിലോഗ്രാം ഫോഴ്സ് വെയിറ്റ് തരുന്നതാണ് ഈ കാണുന്ന ഓരോ വലിയ ബ്ലോക്കുകൾ. ഇനി ഇതിൻ്റെ താഴെ ചെറിയ 2 ബ്ലോക്കുകൾ കാണാൻ പറ്റും. അത് ഓരോന്നും 250 കിലോഗ്രാം ഫോഴ്സാണ് വെയിറ്റ് തരുന്നുണ്ടാവുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 500 കിലോഗ്രാം ഫോഴ്സ് ഇതിലേക്ക് പ്ലേസ് ചെയ്യാം. ആ ബ്ലോക്ക് എടുത്തിട്ട് ഒരു ഗ്രൂവ് കട്ട് ചെയ്ത് കാണാൻ പറ്റും, അതിന് കണക്കാക്കിയിട്ട് അതിൽ പ്ലേസ് ചെയ്യാം. ഇപ്പോൾ ടോട്ടൽ വെയിറ്റ് 500 സെൽഫ് വെയിറ്റും വീണ്ടും ഒരു 500 വെച്ചു, 1000 കിലോഗ്രാം ഫോഴ്സായി. ഇനി ഒരു ബ്ലോക്കും കൂടെ വെച്ചാൽ 1500 കിലോഗ്രാം ഫോഴ്സായി. ഇവിടെയുള്ള എല്ലാ ബ്ലോക്സും കൂടെ വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ 3000 കിലോഗ്രാം ഫോഴ്സ് നമുക്ക് കിട്ടും. ഇതിൽ കാണുന്നത് ഏറ്റവും താഴെ സെൽഫ് വെയിറ്റാണ് 500 കിലോഗ്രാം ഫോഴ്സ്. ആ വെയിറ്റ് മാത്രമല്ല, അതിൻ്റെ ആ റോഡും ലിവറൊക്കെ കൂട്ടിയിട്ടുള്ള വെയിറ്റാണ് 500 കിലോഗ്രാം ഫോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ 500 കിലോഗ്രാം ഫോഴ്സിൻ്റെ 4 ബ്ലോക്സ് വെച്ചു. അപ്പോൾ എത്രയായി? 2500 കിലോഗ്രാം ഫോഴ്സ്. അതിനുശേഷം 250യുടെ 2 ബ്ലോക്കുകളും വെച്ചു. അപ്പോൾ ടോട്ടൽ 3000 കിലോഗ്രാം ഫോഴ്സ് പ്ലേസ് ചെയ്തു. ഇനി പ്ലേസ് ചെയ്തിട്ടുള്ള വെയിറ്റ് എന്ത് ചെയ്യണം? അതിൻ്റെ ലോഡ് നമ്മുടെ സ്പെസിമെനിലേക്ക് ആക്ട് ചെയ്യിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലിവർ. അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുക. തിരിച്ച് കഴിഞ്ഞിട്ട് 30 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുക. 30 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം ലിവർ എന്ത് ചെയ്യുക? തിരിച്ച് അങ്ങോട്ട് തന്നെ തിരിക്കുക, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുക. അപ്പോൾ ലോഡ് റിമൂവായി. ഇതുവരെ ലോഡ് കൊടുത്തിരുന്നു, ലോഡ് റിമൂവായി. അതിനുശേഷം ഈ കാണുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുക. അപ്പോൾ താഴേക്ക് സ്പെസിമെൻ മൂവ് ചെയ്യുന്നത് കാണാം. അവിടെ ഒരു ഇൻഡൻറ്റേഷൻ ഫോം ചെയ്തത് നമുക്ക് കാണാം. ഇൻഡൻറ്റേഷൻ്റെ ഡയമീറ്ററാണ് ഇനി കാണേണ്ടത്. അപ്പം ആ ഇൻഡൻറ്റേഷൻ്റെ ഡയമീറ്റർ കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യും. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് ആ ഒരു ഇൻഡൻറ്റേഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ചോക്ക് പൗഡർ പ്ലേസ് ചെയ്യുന്നത്. ചോക്ക് പൗഡർ നന്നായിട്ട് റബ്ബ് ചെയ്താൽ ആ ഒരു ഇൻഡൻറ്റേഷൻ ഭാഗത്ത് മാത്രം ചോക്ക് പൗഡർ നിൽക്കും. എന്നിട്ട് മുകളിലുള്ള സർഫസിലുള്ള ചോക്ക് പൗഡർ കളഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ പറ്റും. എന്നിട്ട് മൈക്രോസ്കോപ്പ് ഇതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ ഡയമീറ്റർ കാണാം. ഈ കാണുന്നതാണ് മൈക്രോസ്കോപ്പ്. അത് സ്പെസിമെൻ്റെ മുകളിൽ എവിടെയാണോ നമുക്ക് ഇൻഡൻറ്റേഷൻ കിട്ടിയിരിക്കുന്നത് ആ ഇൻഡൻറ്റേഷന് മുകളിൽ മൈക്രോസ്കോപ്പ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡയമീറ്റർ എത്രയാണെന്നുള്ളത് mm നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. അത് എത്രയാണെന്നുള്ളത് കറക്റ്റ് റീഡ് ചെയ്യുക. ആ ഡയമീറ്റർ ആയിരിക്കും ഡയമീറ്റർ ഓഫ് ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 3000 കിലോഗ്രാം ഫോഴ്സിലാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള ചെറിയ ബ്ലോക്ക് മാറ്റി കഴിഞ്ഞാൽ എത്ര? 250 കിലോഗ്രാം ഫോഴ്സ് കുറയും. അപ്പോൾ എത്ര? 2750 കിലോഗ്രാം ഫോഴ്സ്. എന്നിട്ട് ലോഡ് കൊടുക്കുക. ഇപ്പോൾ ചെയ്തിട്ടുള്ള അതേ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യാം. അതിനുശേഷം വെയിറ്റ് ഒന്നും കൂടെ റിമൂവ് ചെയ്യാം. 250 കിലോഗ്രാം ഫോഴ്സ് ഒന്നും കൂടെ റിമൂവ് ചെയ്യാം. അപ്പം 2500 കിലോഗ്രാം ഫോഴ്സായി. എന്നിട്ട് ചെയ്തതുപോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് 3 ലോഡിലുള്ള ഡയമീറ്റർ ഓഫ് ഇൻഡൻറ്റേഷൻ കിട്ടും. ടാബുലാർ കോളം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്പെസിമെൻ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സ്പെസിമെൻ ഹാർഡ് സ്റ്റീലാണ്. ദെൻ നെക്സ്റ്റ് ലോഡ് ഇൻ കിലോഗ്രാം ഫോഴ്സാണ്. 3000 ഫസ്റ്റ് കൊടുത്തു. ദെൻ 2750, 2500. ദെൻ ടൈം ഓഫ് അപ്ലിക്കേഷൻ 3 ലോഡിൽ നമ്മൾ 30 സെക്കൻഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. സീരിയൽ നമ്പർ ഓഫ് ഇൻഡൻറ്റേഷൻ്റെ സീരിയൽ നമ്പർ ജസ്റ്റ് ഒരു നമ്പർ എന്നതിൽ ആ ഇൻഡൻറ്റേഷന് കൊടുത്തു. ഡയമീറ്റർ ഓഫ് ഇൻഡൻറ്റേഷൻ സ്പെസിമെനിൽ ലോഡ് കൊടുത്തതിന് ശേഷം സ്പെസിമെനിൽ ഉണ്ടായിരിക്കുന്ന ആ ഇൻഡൻറ്റേഷൻ്റെ ഡയമീറ്റർ നമ്മൾ മൈക്രോസ്കോപ്പൊക്കെ വെച്ച് കണ്ടിട്ടുള്ള ഡയമീറ്റർ, അതാണ് ഡയമീറ്റർ ഓഫ് ഇൻഡൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഡയമീറ്റർ ഓഫ് ഇൻഡൻറ്ററും ഉണ്ട്, ഡയമീറ്റർ ഓഫ് ഇൻഡൻറ്റേഷനും ഉണ്ട്. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. ഡയമീറ്റർ ഓഫ് ഇൻഡൻറ്റർ എന്നാൽ നമ്മൾ ലോഡ് കൊടുക്കാൻ യൂസ് ചെയ്തിട്ടുള്ള ഇൻഡൻറ്ററിൻ്റെ ഡയമീറ്ററാണ്. ഡയമീറ്റർ ഓഫ് ഇൻഡൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ലോഡ് കൊടുത്തു കഴിഞ്ഞ് സ്പെസിമെനിൽ ഉണ്ടായിരിക്കുന്ന ഇൻഡൻറ്റേഷൻ്റെ ഡയമീറ്ററാണ്. ലാസ്റ്റ് കോളം BHN എന്ന് പറഞ്ഞാൽ ബ്രിണ്ണൽ ഹാർഡ്നെസ് നമ്പറാണ്. അത് കാണാനുള്ള ഇക്വേഷനാണ് P/π/2D ഇൻറ്റു D മൈനസ് റൂട്ട് ഓഫ് D² മൈനസ് D². അതിൽ P എന്ന് പറഞ്ഞിരിക്കുന്നത് ലോഡാണ്, കിലോഗ്രാം ഫോഴ്സിൽ കൊടുത്തിട്ടുള്ള ലോഡ്. ക്യാപിറ്റൽ D ഡയമീറ്റർ ഓഫ് സ്ഫെറിക്കൽ ബോൾ അഥവാ ഡയമീറ്റർ ഓഫ് ഇൻഡൻറ്റർ, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഇൻഡൻറ്ററിൻ്റെ ഡയമീറ്റർ. ഈ ഫിഗറിൽ നോക്കിയാൽ കാണാൻ പറ്റും. മുകളിൽ നിന്ന് P എന്ന ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു ക്യാപിറ്റൽ D ഡയമീറ്ററുള്ള ഒരു സർക്കിൾ കാണാൻ പറ്റും. അതാണ്
നമ്മളെ ഡയമീറ്റർ ഓഫ് ഇൻഡൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന് താഴെ വരുന്ന ഷെയ്ഡഡ് ആയിട്ടുള്ള പോർഷനാണ് സ്പെസിമെൻ. ആ സ്പെസിമെനിൽ ഉണ്ടായിരിക്കുന്ന ഇംപ്രഷൻ ഒരു ചെറിയ കുഴി പോലെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഡയമീറ്ററാണ് സ്മോൾ ഡി. അതാണ് ഡയമീറ്റർ ഓഫ് ഇംപ്രഷൻ അഥവാ ഡയമീറ്റർ ഓഫ് ഇൻഡൻറ്റേഷൻ. ഈ ഇക്വേഷനിൽ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രിഡ്നൽ ഹാർഡ്നെസ് നമ്പർ കിട്ടും. അങ്ങനെ 3 ലോഡിലുള്ളതിൻ്റെയും ബ്രിഡ്നൽ ഹാർഡ്നെസ് നമ്പർ കാണാം. ആ 3 ബ്രിഡ്നൽ ഹാർഡ്നെസ് നമ്പറിൻ്റെയും ആവറേജ് എടുക്കുക. അതായിരിക്കും ഈ ഒരു സ്പെസിമെൻ്റെ ബ്രിഡ്നൽ ഹാർഡ്നെസ് നമ്പർ.